അവൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ മുകളിലേക്ക് നോക്കി സാറ നിൽപ്പുണ്ടായിരുന്നു. അവൻ അവരെ നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്ക് നടന്നു. അയാൾ അവന് പിറകെ ധൃതിയിൽ താഴേക്ക് ഇറങ്ങി. "ദേവി!" മുറ്റത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന അവനെ അയാൾ പിറകിൽ നിന്നും വിളിച്ചു. അപ്പോഴേക്കും അയാളുടെ പിറകെ സാറയും വന്നിരുന്നു. അവൻ എന്താണെന്ന ഭാവത്തിൽ അയാളെ തിരിഞ്ഞു നോക്കി. കൈകൾ മാറിൽ പിണച്ചുകെട്ടി അവൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അവന്റെ ആ ഭാവത്തിൽ അയാളൊന്ന് പതറി. "അത് മോനെ, അലക്സിക്കൊരാലോചന വന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നിനക്കും കൂടെ ഒന്ന്." അയാൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് അവൻ കൈകൾ ഉയർത്തി തടഞ്ഞു. "ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നെക്കൊണ്ട് അത് ആവർത്തിപ്പിക്കരുത്." "പിന്നെ അവന്റെ കൂടെ നടത്താൻ അവൻ ആരാ എന്റെ?" അവൻ പുച്ഛത്തോടെ സാറയെ നോക്കി. അവരുടെ മുഖം ഇരുണ്ടു. അവൻ നിന്റെ അനിയനല്ലേ? നിനക്കൊരു കുടുംബമില്ലാതെ അവൻ എങ്ങനെ കല്യാണം കഴിക്കും?" അവൻ അയാളെ നോക്കി. "അവൻ എങ്ങനെ എന്റെ അനിയനാവും? അതും കൂടി പറയണം." അവൻ അയാളെ സൂക്ഷിച്ചു നോക്കി. അയാൾ മറുപടിയൊന്നുമില്ലാതെ മുഖം കുനിച്ചു. അവൻ രണ്ടുപേരെയും പുച്ഛത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ ബ്ലാക്ക് 42-ൽ കാറ്റുപോലെ പുറത്തേക്ക് പോയി. ബീച്ചിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് അവൻ കാർ നിർത്തി. കണ്ണുകൾ അടച്ചവൻ സീറ്റിലേക്ക് ചാരി. അമ്മ മരിച്ചു 4 മാസം ആവും മുൻപ് അയാൾ അവരെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. കൂടെ അവരുടെ ആദ്യ ഭർത്താവിൽ ഉണ്ടായ മകനും. എന്നേക്കാൾ 2 വയസ്സിന് ഇളയത്. അവിടുന്ന് അങ്ങോട്ട് അവരുടെ ഭരണമായിരുന്നു. അച്ഛന്റെ മുൻപിൽ സ്നേഹം നിറഞ്ഞ ഒരു അമ്മയുടെ മുഖമായിരുന്നു അവർക്ക്. അല്ലാത്തപ്പോൾ അവർക്ക് താൻ ഒരു ശത്രുവും. അവന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാമയുടെ മുഖം തെളിഞ്ഞു. അതിനോടൊപ്പം തന്നെ നിറഞ്ഞു തുളുമ്പാറായി നിൽക്കുന്ന മറ്റൊരു കണ്ണുകളും തെളിഞ്ഞു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. 5 സീറ്റ് അകത്തേക്ക് കയറിയപ്പോൾ അവൾക്ക് ഉള്ളിൽ പേടി തോന്നി. 2 ദിവസമായിട്ട് മുത്തശ്ശിക്ക് ചെറിയൊരു പനി. പണിയെല്ലാം ഒതുക്കി അവരെ മരുന്നും കഴിപ്പിച്ച് വരുമ്പോഴേക്കും നേരം വൈകി. അകത്തേക്ക് നടക്കുമ്പോൾ കണ്ടു കൃഷ്ണമൂർത്തി സാർ വരുന്നത്. ആളും അവിടെ ജോലി ചെയ്യുന്നതാണ്. അനുവിന്റെ നാട്ടിൽ തന്നെയാണ് ആളുടെ വീട്. ആളാണ് അവൾക്ക് ഈ ജോലി ശരിയാക്കി കൊടുത്തത്. അവളുടെ അവസ്ഥയൊക്കെ അയാൾക്കറിയാം. ഒരു മോളെപ്പോലെ സ്നേഹമാണ് അയാൾക്ക് അവളോട്. "മോളെന്താ ഒന്ന് വൈകിയേ?" അവളെ കണ്ടതും അയാൾ അടുത്തേക്ക് വന്നു. മുത്തശ്ശിക്ക് ഒരു വയ്യായ്ക." അവളൊരു കുഞ്ഞു പുഞ്ചിരിയോടെ പറഞ്ഞു. "ആണോ? പ്രായം ആയില്ലേ? അതിന്റേതാവും. എന്നാൽ മോൾ ഫ്ലോറിലേക്ക് ചെല്ല്. ഡേവിഡ് സാർ എത്തിയിട്ടുണ്ട്." അയാൾ സ്നേഹത്തോടെ പറഞ്ഞു. അന്ന് അവരെ സംഭവിച്ചതൊക്കെ അയാളും അറിഞ്ഞിരുന്നു. എങ്കിലും അതയാൾ മനഃപൂർവ്വം അവളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ചോദിച്ചില്ല. അത് കേട്ടതും അയാളോട് മറുപടി പറയാൻ പോലും നിൽക്കാതെ അവൾ ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. "ഈശ്വരാ, ആ കാലിൽ നിന്ന് നേരത്തെ വന്നോ?" അതും പറഞ്ഞവൾ ലിഫ്റ്റിന് നേർക്ക് ഓടി. സ്റ്റെയർ വഴി പോവാൻ നിന്നാൽ ഇനിയും നേരം വൈകും. ലിഫ്റ്റ് തുറന്നതും അവൻ ധൃതിയിൽ അകത്തേക്ക് കയറി. എന്നാൽ അതിനകത്ത് നിൽക്കുന്ന ആളെ കണ്ടതും അവൾ ഒരു നിമിഷം ഞെട്ടി നിന്നു. അകത്തേക്ക് വെച്ച കാലെടുത്ത് പുറത്തേക്ക് തന്നെ വെക്കാൻ നിന്നതും അതേ നിമിഷം തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചിരുന്നു. അവനിൽ നിന്നും അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാതെയിരുന്ന അവൾ അവന്റെ ദേഹത്ത് തൊട്ടില്ലെന്ന പോയി നിന്നു. അവൾ ഒരു ഭയത്തോടെ അവനെ മുഖമുയർത്തി നോക്കി. അവന്റെ ഗൗരവത്തോടെയുള്ള നോട്ടം കണ്ട് അവൾ മുഖം കുനിച്ചുകൊണ്ട് നേരെ നിന്നു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. വല്ലാത്തൊരു ഭംഗിയുള്ള പെണ്ണ്. നിലാവ് പോലെ വിടർന്നു നീണ്ട മീകൾ. അരക്കൊപ്പം വിടർത്തിയിട്ട മുടിയിൽ ഇപ്പോഴും നനവുള്ളതുപോലെ. കാലിലെ ചെരുപ്പ് ഒരുപാട് പഴകിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി. കാലിൽ ഒരു കുഞ്ഞു ബ്ലാക്ക് കളർ മുട്ടുകമ്മൽ. അവന്റെ കണ്ണുകൾ അറിയാതെ അവളുടെ ഇളം ചുവപ്പ് നിറത്തിലുള്ള ആദരത്തിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും മേലായി മാറ്റി ശ്വാസം വലിച്ചു വിട്ടു. 3rd ഫ്ലോറിൽ ലിഫ്റ്റ് തുറന്നതും അവൾ അവനെ നോക്കാതെ അതിൽ നിന്നും ഇറങ്ങിയോടി. അത് കണ്ടതും അവനൊന്ന് നിശ്വസിച്ചു. മുത്തശ്ശിയോട് ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശിക്ക് വല്ലതും പറ്റിയാൽ എനിക്ക് ഈ ലോകത്ത് ആരും ഇല്ലാതാവും. അവൾ ഒന്നുകൂടി അവരോട് ചേർന്ന് കിടന്നു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ. ഉയർച്ചെന്തോ തട്ടി വീഴുന്ന ശബ്ദവും കൂടെ ഒരു കരച്ചിലും കേട്ട് അവൾ ചാടി എണീറ്റു. മുത്തശ്ശി കിടന്നിടത്ത് ഇല്ലെന്ന് കണ്ടതും അവൾ പുറത്തേക്ക് ഓടി.
അടുക്കളയിൽ ബോധം ഇല്ലാതെ മലർന്നു കിടക്കുന്ന മുത്തശ്ശിയെ കണ്ടതും കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി അവൾക്ക്.